ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ വ്ലോഗ്സ്. അപ്പോൾ ഇന്നലത്തെ ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ പറയാനാണ് വന്നിരിക്കുന്നത്. കുറച്ച് ലേറ്റായി വരാനായിട്ട്. എക്സാം എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ റിവ്യൂസൊക്കെ പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് ടഫായിട്ടാണ് തോന്നിയത്, അത്ര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് കുറേ ടഫാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഈസി ആയിട്ടാണ് വന്നത് പേപ്പറൊന്നും. പക്ഷെ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനെല്ലാം എൻ്റെ രൂപത്തിനനുസരിച്ച് എഴുതി വെച്ചത്. പക്ഷെ അതൊന്നും ആൻസർ കീ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം ഏകദേശം ശരിയായിട്ടുള്ള ആൻസേഴ്സ് തന്നെയാണ്. ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയോണ്ട് തന്നെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ശരിയാണെന്ന് വെച്ചാൽ എഴുതിയതൊക്കെ തെറ്റായിട്ട് എന്താ പറയുക, ശരി എഴുതിയിട്ട് സെറ്റ് എഴുതി വെക്കണ ഒരു സ്വഭാവം ഉണ്ടല്ലോ എനിക്ക്. അപ്പോൾ അത് കാരണം തന്നെ അങ്ങനെ കുറച്ച് 2-3 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് പകരം എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയോണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് കാരണം രക്ഷപ്പെട്ടു. എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതാനുള്ള ടൈം കിട്ടിയോണ്ട് ആ ക്വസ്റ്റ്യൻ തെറ്റിയാലും അങ്ങനെ മറ്റേ ടോട്ടൽ ഇൻ്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നില്ല 2 മാർക്കിൻ്റെ. അത് ഞാൻ ആദ്യം 2 കറക്റ്റായിട്ട് എഴുതി വെച്ചതാണ്. എന്നിട്ട് ഞാൻ അവസാനം ഇരുന്ന് വെറുതെ ചിന്തിച്ച് കൂട്ടി ഡൗട്ട് അടിച്ചിട്ട് അത് വെട്ടിയിട്ട് തെറ്റെഴുതി വെച്ചു. ഭാഗ്യത്തിന് അതിൽ ഒരെണ്ണം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അത് തന്നെ അതിൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ആ ക്വസ്റ്റ്യൻസ് മൊത്തം കുഴപ്പമുണ്ടായിരുന്നില്ല. 4 മാർക്കിൻ്റെ ആയാലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഞാൻ എസ്ട്രോണറിൻ്റെ ചോദിച്ചില്ലേ, സ്കൈയിൽ നിൽക്കുന്നത്, ആ സംഭവം ഞാൻ ഉണ്ടാക്കിയതാണ് ചെയ്തത്. പക്ഷെ അത് ആൻസർ ശരിയായിരുന്നു. പിന്നെ അതുപോലെ വിർച്വൽ ഇമേജ് ആവാനുള്ള കാരണം എന്താണെന്നുള്ളത് അതും എനിക്ക് കിട്ടിയില്ല. അത് ഞാൻ എന്തുണ്ടാക്കിയിരിക്കുക, അത് മാത്രം 1 മാർക്ക്. അതും പിന്നെ വേറെ ഏതോ ഒരെണ്ണം ഇതേപോലെ തെറ്റിയിട്ടുണ്ട്, അത് മാത്രം 1 മാർക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ എനിക്ക് മെയിനായിട്ട് തെറ്റിച്ചിട്ട് മൈനസ് പ്ലസ് അതോടെ എന്താണ്, പിന്നെ മറ്റേ ഇതുണ്ടായിരുന്നില്ലേ, കോൺവെക്സോ കോൺകേവ് ഇതുണ്ട് ലെൻസ് വന്നിട്ടുണ്ടായിരുന്ന സംഭവം ഉണ്ടായിരുന്നില്ലേ. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ കാണണ്ടായി വന്ന വഴിക്ക് ഞാൻ നോക്കിയിട്ട് കാണാനില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഞാൻ നോക്കിയിട്ട് ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്തത്, മാർക്കൊക്കെ നോക്കിയിട്ട്. അപ്പം ആ ക്വസ്റ്റ്യനിൽ എനിക്ക് ആൻസർ തെറ്റായിട്ടാണ് കിട്ടിയത്. ഞാൻ ചെയ്ത വഴികളൊക്കെ കറക്റ്റായിരുന്നു, പക്ഷെ അവസാനം ആൻസർ കിട്ടിയത് വേറെ നമ്പറാണ് കിട്ടിയത്. അപ്പോൾ അതുമാത്രം ചിലപ്പോൾ 1 മാർക്ക് പോയാൽ ഭാഗ്യം, 1 മാർക്ക് പോയാൽ മതിയായിരുന്നു. സ്റ്റെപ്പിന് അങ്ങനെ മാർക്ക് കിട്ടിയാൽ രക്ഷപ്പെട്ടു. അങ്ങനെ അതിൻ്റെ മാർക്ക് പോയിട്ടുണ്ട്. വേറെ ഒന്നും കുഴപ്പമില്ല, ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പരീക്ഷ കുഴപ്പമുണ്ടായിരുന്നില്ല. വിചാരിച്ച പോലെ പറഞ്ഞ പോലെ അത്ര ടഫായിട്ടുണ്ടായിരുന്നില്ല, ഈസി ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് പേപ്പർ കിട്ടിയ വഴിക്ക് തന്നെ വായിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ടഫായിട്ടാണ് തോന്നിയത് എനിക്ക്. പക്ഷെ പിന്നെ മെല്ലെ വായിച്ചു നോക്കിയപ്പോൾ ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്നാലും കുറച്ച് ടഫുള്ള പോലെ തോന്നി. പക്ഷെ ഇപ്പോൾ എനിക്ക് മാർക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഊഹത്തിനനുസരിച്ച് എഴുതിയെല്ലാം കുഴപ്പമില്ലാത്ത വിധത്തിലായിട്ടുണ്ട്. ഒരു 35ഒക്കെ എത്തുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ നോക്കിയപ്പോൾ അതുവരെ എത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എക്സാം ഈസി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ മാർക്ക് കണ്ടപ്പോൾ എക്സാം ഈസി ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ മാർക്ക് ഇങ്ങനെ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ രീതിയിലാണ് പറയാം. അപ്പോൾ പിന്നെ കുറച്ച് ടഫായിരുന്നല്ലോ എഴുതുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനി കെമിസ്ട്രിയും ബയോളജിയാണ്. അപ്പോൾ ഇനി എന്താവും അറിയില്ല. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ വരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എക്സാമിനുള്ള 10